പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L5290 എന്ന പ്രിന്ററിന്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. എപ്സന്റെ L5290 എന്ന പ്രിൻ്റർ നിങ്ങൾക്ക് മൊബൈലിൽ നിന്നും വൈഫൈ വഴി പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ പ്രിൻ്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആണെങ്കിൽ മാത്രമേ മൊബൈലും പ്രിൻ്ററും തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് വൈഫൈ ഡയറക്റ്റ് വഴി നമ്മൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ പോയിട്ട് പ്രിൻ്ററിനെ കണക്ട് ചെയ്യണം. സാധാരണ രീതിയിൽ വൈഫൈ ഡയറക്റ്റ് എനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ പോയി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കത്തില്ല. മറിച്ച് നമ്മൾ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ടാവും. കാണിച്ചു തരാം. നമ്മളിപ്പോൾ വൈഫൈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണ്ടില്ല, പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ വരുന്നുണ്ട്. ഇതേപോലെ വന്ന് നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കണക്ട് ചെയ്താൽ മാത്രമേ മൊബൈലിൽ നിന്നും പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, പ്രിൻ്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആക്കാം. അതിന് വൈഫൈ സെറ്റപ്പിൽ അല്ലെങ്കിൽ സെറ്റിങ്സിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ. ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിൽ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഓപ്ഷന് വൈഫൈ സെറ്റപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ വൈഫൈ റെക്കമെൻഡും ഉണ്ടാവും, വൈഫൈ ഡയറക്റ്റും ഉണ്ടാവും. ഈ വൈഫൈ ഡയറക്റ്റ് സെലക്ട് ചെയ്യുക. വീണ്ടും ഓക്കെ എന്ന് കൊടുക്കുന്നു. അങ്ങനെ 2 തവണ ഓക്കെ എന്ന് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ഈ ലെഫ്റ്റിലേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. അതിലുണ്ടാവും അതർ OS ഡിവൈസസ് എന്നുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. വീണ്ടും ഓക്കെ എന്നുള്ള കൊടുക്കുന്നതോടുകൂടി നമ്മുടെ പ്രിൻ്ററിൻ്റെ വൈഫൈ ഡയറക്റ്റ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മൊബൈലിൻ്റെ വൈഫൈ സെറ്റിങ്സിൽ പോയാണ്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് ഇതേപോലെ കാണിക്കുന്നുണ്ടാവും SSID വെച്ചിട്ട്. ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കണക്ട് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.